താങ്കളുടെ ജീവിതത്തിൽ കളിക്കളത്തിൽ വെച്ച് മറക്കാനാവാത്ത ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ, കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഞാൻ കളിച്ചൊരു നല്ല ലെവലിലെത്തിയ സമയം തന്നെയാണ്. അവിടെ മോഡേൺ സ്പോർട്ടിങ്ങിന് ഞാൻ കളിക്കുന്നു, സൽഗോക്കർ ഗോവയായിട്ട് കളിക്കുന്ന സെമി ഫൈനൽ ഡേ. അപ്പം അന്നത്തെ കളി ഡ്രോ ആയി. കളിയിൽ പരിക്ക് പറ്റിയോട് കൂടിയാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. കളി ഡ്രോ ആയി, ഫുൾ ടൈം ഡ്രോ ആയി, ലാസ്റ്റ് 30 മിനിറ്റ്സും ഡ്രോ ആയി. ടൈ ബ്രേക്കർ വന്ന്, പൊതുവേ ടൈ ബ്രേക്കർ എപ്പോഴും ഞാൻ തന്നെ അടിക്കാറ്, ഫസ്റ്റ് പെനാൽറ്റി. അപ്പോൾ അന്ന് ഇഞ്ചറി കാരണം ഞാൻ അടിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ടീമിലെല്ലാവർക്കും എന്നോടുള്ള കോൺഫിഡൻസാണ്. ഞാൻ ഫസ്റ്റിൽ അടിച്ചു കഴിഞ്ഞാൽ, സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും വളരെ ഈസി ആയിട്ട് എന്നുവെച്ചാൽ അവരൊരു കോൺഫിഡൻസ് നമ്മൾ തുടക്കം എങ്ങനെയാണ് അതുമാതിരി ഇരിക്കുമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫസ്റ്റ് പെനാൽറ്റി എന്നെ കൊണ്ട് നിർബന്ധിച്ചടിപ്പിച്ചതാണ്. പക്ഷേ ഭാഗ്യവശാൽ എൻ്റെ കാലിൻ്റെ മിസ്റ്റേക്ക് തന്നെ പറയാം, ബോള് ജസ്റ്റ് പോസ്റ്റിന് കെട്ടിയിട്ട് ബോൾ പുറത്തേക്ക് പോയി. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ വഴിക്ക് പോവുകയാണെങ്കിൽ തന്നെ ആ സൈഡ് പോസ്റ്റ് കാണാൻ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴും കളി കാണാൻ പോകുമ്പോൾ ആ പോസ്റ്റ് കാണുമ്പോഴും ഭയങ്കര വിഷമം തന്നെയാണ്. അത് മായ്ച്ചാലും തേച്ചാലും പോകില്ല, ഒരിക്കലും പോകില്ല. അത് വലിയ വിഷമമുള്ളത് ഹോം ഗ്രൗണ്ടിൽ കോഴിക്കോട് വെച്ച് നടന്നത്. ഇത് ഞാൻ ബംഗാൾ സ്റ്റേറ്റിന് വേണ്ടി കളിച്ച ജേഴ്സിയാണത്. 1980 ഞാൻ ബംഗാളിന് വേണ്ടി കളിച്ച 2 കൊല്ലം തുടർച്ചയായിട്ട് കളിച്ചിരുന്നു. ഇത് കേരള ടീമിന് കളിച്ച ജേഴ്സിയാണ് 1977. ഇത് കൽക്കത്ത മോഡേൺ സ്പോർട്ടിങ്ങിൻ്റെ ജേഴ്സിയാണ്. 1979 മുതൽ 9 കൊല്ലം തുടർച്ചയായിട്ട് കളിച്ച ജേഴ്സിയാണത്. ഇത് ഈസ്റ്റ് ബംഗാളിന് ഞാൻ 1982 കളിച്ച ജേഴ്സിയാണത്. ഇത് സീനിയർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ജേഴ്സിയാണത് 1980. ഇത് സീനിയർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ജേഴ്സിയാണ്. 1979 UAE ബെഹർ ടൂറാണ് ഈ ജേഴ്സി ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൻ്റെ ബംഗാൾ കെമിക്കൽസ്, അതിൻ്റെ ടീമിൻ്റെ ജേഴ്സിയാണത്. എന്നെ പന്ത് കളിക്കാരനെ അംഗീകരിച്ച പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പ്രീമേറ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമിൻ്റെ ജേഴ്സിയാണിത്. 3 കൊല്ലം ഞാൻ ഈ ടീമിന് വേണ്ടി കളിച്ചിരുന്നു. ഇത് ബാംഗ്ലൂർ പ്രീ ഒളിമ്പിക്സ് കോച്ചിങ് ക്യാമ്പിൽ ഞാൻ ഉപയോഗിച്ച ജേഴ്സിയാണത്. ഇത് ബോംബെ ടാറ്റാസിന് വേണ്ടി കളിച്ചിരുന്നപ്പോഴുള്ള ജേഴ്സിയാണത്. ഇത് മോഡേൺ സ്പോർട്ടിങ് ഫെഡറേഷൻ കപ്പ് 1980 കണ്ണൂരിൽ ജയിച്ചപ്പോൾ ഇട്ട ജേഴ്സിയാണത്. ഇത് മഹാരാഷ്ട്ര സ്റ്റേറ്റിന് വേണ്ടി കളിച്ച ജേഴ്സിയാണ്. 1983 ഞാൻ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി കളിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രതിനിധീകരിച്ച ജേഴ്സിയാണ് ഇത്. 1977 ടെഹ്റാനിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റിൽ എൻ്റെ കളി തുടങ്ങിയപ്പോഴുള്ള ജേഴ്സിയാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിന് വേണ്ടി ഞാൻ കളിച്ച ജേഴ്സിയാണത്. എപ്പോഴും ഓർമ്മയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ജേഴ്സിയാണത്. ശ്രീ പ്രേംനാഥ് ഫിലിപ്പ് അവസാനമായി പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചതിന് ശേഷം ഊരിവെച്ച ബൂട്ടാണിത്. സാറിൻ്റെ അവസാനത്തെ പ്രൊഫഷണൽ കളിയുടെ ഒരു ഓർമ്മയാണല്ലോ ഇത്. അത് ഏത് കളിയായിരുന്നു സാർ? റോവേഴ്സ് ബോംബെയിൽ പഴയ ഒരു ഡ്യൂറൻഡ് റോവേഴ്സ് എന്നാണ് പണ്ട് ഡ്യൂറൻ കപ്പ് റോവേഴ്സ്. അതിൽ ഈ ടൂർണമെൻ്റാണ് റോവേഴ്സ്. ഞങ്ങൾ മോഡേൺ സ്പോർട്ടിങ്ങും കൊറിയൻ ടീമായിട്ട് കളിച്ച് അന്നത്തെ ലാസ്റ്റ് കളിയിൽ ടീം വിൻ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ തിരിച്ചത്. ഈ ബൂട്ട്
ഇങ്ങനെ സൂക്ഷിച്ച് ഞാൻ വളരെ കൗതുകരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് എല്ലാ പഴയകാല ജേഴ്സികളും എല്ലാം വളരെ അടുക്കും ചിട്ടയോടെയും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് സാറാണോ സാറിൻ്റെ മകളാണോ ആരാണ്? എൻ്റെ മകളും വൈഫും കൂടിയാണ് കൂടുതൽ ചെയ്യുന്നത്. ഞാനത് ഇങ്ങനെ വാരി വലിച്ചിട്ട് പോയി. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വൈഫ് ഒരു സെറ്റിൽ ചെയ്ത് മോള് വന്നതിന് ശേഷം അത് കറക്റ്റ് ഇപ്പം നേരത്തെ കാണിച്ചത് കുറച്ച് ബുക്സ് കാര്യങ്ങൾ എല്ലാം മോളാണ് കൺട്രോൾ ചെയ്യുന്നത്. മോളാണ് ഈ ആൽബങ്ങളും എല്ലാം അടുക്കുന്നത്. പ്രീന ഫിലിപ്പ്. സാർ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ കളിച്ച എല്ലാ മലയാളീസിനും ഭൂരിഭാഗം മലയാളീസും ഡിഫൻഡേഴ്സാണ്? ഇപ്പം നമ്മളിപ്പോൾ IM വിജയനും ജോപ്പോൾ അഞ്ചേരിയും സേവ്യർ പാസും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഭൂരിഭാഗമല്ല 75-85% ഡിഫൻഡേഴ്സായിട്ട് മാറി നിൽക്കുകയാണ്. ശരിക്കും കളിയുടെ ഹീറോ ഗോൾ അടിക്കുന്നവൻ തന്നെയാണ്. അവരാണ്. അപ്പോൾ അവർക്കാണ് ഒരു പ്രൊമിനൻസ് കൂടുതൽ. എന്തുകൊണ്ടാണ് മലയാളികളൊക്കെ ഡിഫൻഡേഴ്സ് ഒരു ബാക്ക് ലൈൻ സെറ്റപ്പിലേക്ക് മാറുന്നത്? അതിൽ എന്തെങ്കിലും ഒരു ബാഹ്യ ഇടപെടലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും കോച്ചസിൻ്റെ കുറച്ച് ഇൻവോൾവ് എന്തായാലും അവിടെയുണ്ട്. പ്രത്യേകിച്ച് വിദേശ് ബോസ്, നമ്മളെ കോഴിക്കോട്ടിലെ CD ഫ്രാൻസിസ്, വൺ ഓഫ് ദ സ്പീഡി പ്ലെയർ എന്ന് പറയുക CD ഫ്രാൻസിസ്, അതൊക്കെ ക്യാമ്പിൽ പോയിട്ട് കിട്ടാതെ വന്നതുണ്ട്. അപ്പം അതിൽ കൽക്കത്ത ലോബി കളിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു നമ്മളൊരു ഡിഫൻഡേഴ്സായിട്ട് ഒതുങ്ങിപ്പോവാം. ശരിക്കും ആക്ച്വലി ഒരു ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമകളിലെയും നാടകങ്ങളിലെയും ഒരു സഹനടൻ്റെ റോളിലേക്ക് മാറി നിൽക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇത് ഉത്തരേന്ത്യൻ ലോബിൻ്റെ ഒരു ഇതാണെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും ഫോർവേഡ് കളിച്ച് ഗോൾ അടിക്കാൻ സ്കില്ലില്ലാത്തത് കൊണ്ടല്ല, അപ്പോൾ ഈ കോച്ചുമാരുടെ ഒരു ഫോക്കസ് പെടുന്നതിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് കൽക്കത്തക്കാർ പറയുന്നത് കേരളവും ബംഗാളും ഒരേ സ്റ്റൈലിലാണ് ഫുട്ബോൾ കളിക്കുന്നത്. പ്രത്യേക അനുഭവങ്ങളുണ്ട്. സന്തോഷ് ട്രോഫിയുമായിട്ട് ബംഗാൾ ടീം പറയുന്നുണ്ട് കേരള ടീം ഫൈനൽ എത്തരുത്, ഫൈനലെത്തി കഴിഞ്ഞാൽ അങ്ങ് തോൽപ്പിക്കുന്നവർക്കാർ രണ്ടുപേരും ഒരേ സ്റ്റൈലിൽ ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ സന്തോഷ് ട്രോഫി എന്നാണ് പൈസനെ അവരെടുത്ത് CD ഫ്രാൻസിസിന്റെ പിറ്റത്തെ കൊല്ലാണ് കൽക്കത്തക്കാർ വാരിയത്. അങ്ങനെ അവൻ ഇന്ത്യൻ ക്യാമ്പിലുണ്ടായിരുന്നു, 2 മാസത്തെ ക്യാമ്പിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഷുവർ വിചാരിച്ച CD ഫ്രാൻസിസ് എന്തായാലും ഇന്ത്യക്ക് കളിക്കുന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് മൊമെന്റ് ആകുമ്പം അങ്ങോട്ട് പോയി. അതിൽ വേറെ ആൾക്കാർ മനാസ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ അങ്ങോട്ട് കയറി കൂടി അങ്ങനെ ഒഴിവായി. അപ്പോൾ കുറച്ച് കളികൾ കൽക്കത്തയിലുണ്ട്. ഒരു ഫുട്ബോൾ മാച്ച് ഇപ്പം നമ്മളിപ്പം എല്ലാ കായിക ഇനങ്ങളും ഒരു കളിക്കപ്പുറം അതൊരു ഷോ ബിസിനസ്സായി മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതിപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രിക്കറ്റ് ആവുകയും ഫുട്ബോൾ ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കളി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഡ്യൂറേഷൻ്റെ പ്രശ്നം. ഒരു ദിവസത്തെ കളിയാണല്ലോ. അപ്പം കൂടുതൽ സ്പോൺസേഴ്സും കൂടുതൽ റവന്യൂവും കിട്ടുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മാർക്കറ്റ് എക്കണോമീൻ്റെ ഭാഗമായിട്ട് തള്ളിപ്പോകുന്നതിൻ്റെ അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. വേറെ ഒന്നുമില്ല, അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ 15 മിനിറ്റ് 30 മിനിറ്റ്സ് കിട്ടുന്ന അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 45 മിനിറ്റ്സ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രിക്കറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് വിചാരിച്ച സംഗതികളൊക്കെ നടക്കും. താങ്കളിപ്പോൾ ഫുട്ബോൾ രംഗത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും സജീവമാണോ? സജീവമാണ്. എൻ്റെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിർത്തിയതിന് ശേഷം ഞങ്ങളെ ഒരു വെറ്ററൻസ് അസോസിയേഷൻ രൂപീകരിച്ചിരുന്നു. അത് ഏത് വർഷമായിരുന്നു? അപ്പോൾ അത് 11 കൊല്ലമായി. 11 വർഷമായി. അതിൻ്റെ അകത്ത് സേതുമാധവൻ പ്രസിഡൻറ്റ്, ഞാൻ വൈസ് പ്രസിഡൻറ്റ്, ബാക്കിയുള്ള സെക്രട്ടറി മെമ്പേഴ്സ് ഉണ്ട്. 120 പേരുണ്ട് ഞങ്ങൾ മെമ്പേഴ്സായിട്ട്. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ ടൂർണമെൻറ്റ് കഴിഞ്ഞ വെറ്ററൻസ് ടൂർണമെൻറ്റ്. അതിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഗോൾ കീപ്പർ മണി, നേരത്തെ ഞാൻ പറഞ്ഞ കളിച്ചിട്ടും ഒന്നും ആകാത്തൊരു ഒരാളിൻ്റെ അകത്തുള്ളത് മണി എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാര്യപ്പെട്ട് ഒന്നുമില്ല, ചെറിയൊരു റഫറി ചെയ്യുന്നുണ്ട്, പിന്നെ സെൻറ്ററിങ്ങിന് പോകുന്നുണ്ട്. അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഈ ആവശ്യ കളിക്കാർക്കുള്ള എന്തെങ്കിലും ഗവൺമെൻറ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്ലൈ ചെയ്തിട്ടില്ല. ഒന്നും ഇതുവരെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അസോസിയേഷൻ വന്നിട്ടുണ്ട്, പറ്റുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്, അത്ര തന്നെ. അപ്പോൾ കുറച്ച് പ്ലേയേഴ്സിന് നമ്മൾ ചെയ്യുന്നുണ്ട്. പേര് ഒന്ന് സ്വന്തമായിട്ട് ബാബു, ഒരുപാട് കൊല്ലം കളിച്ചത്. ഇത് കരീം, സെഞ്ചുറി മിൽസിന് കളിച്ച
പമ്പറ തിരിച്ചു വരുന്ന ചന്ദ്രൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കടലിലാണ് പോകുന്നത്. കാര്യപ്പെട്ടിട്ട് ഒന്നും തന്നെയില്ല. വാസു പരിചയപ്പെട്ടതാണ്, അസീസിനെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് പ്ലെയർ. നമ്മൾ സെക്രട്ടറി ആണോ? അല്ലല്ല, സെക്രട്ടറി ഇതാണ്. ഇത് പുതിയാലാപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്നെക്കാട്ടും സീനിയർ. എത്രയോ സ്റ്റൈലിഷ് ഗെയിം എന്ന് തന്നെ പറയാം. പക്ഷെ കളിച്ചിട്ട് എവിടെയും തന്നെ എത്തിയില്ല. നമ്മളെ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തൊന്നുമില്ല. അത് നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ മതി. ഇത് നമ്മളെ സെക്രട്ടറി SBIയിൽ വർക്ക് ചെയ്യുന്നത്. ഇത് സന്തോഷ്. എത്ര 25 കൊല്ലമായിട്ട് ലീഗ് കളിക്കുന്നത്. 25 കണ്ടിന്യൂസ്. ഇതിൽ 32 കൊല്ലം. നാഗ്ജി കളിച്ചാരെങ്കിലും നാഗ്ജി കളിച്ച ഒരു ഇതെല്ലാവരും ഇത് ബാല നമ്മളെ ട്രഷറർ, KTCൻ്റെ കോച്ച്, പ്ലെയർ എല്ലാം കൂടിയായിട്ട് എന്നെക്കാട് സീനിയറാണ്. ചാർലി ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇത് സേതുമാധവൻ BSNL. ഇത് ദേവരാജ് ബാങ്കിലായിരുന്നു, ഇപ്പം ഇവിടെ ബാങ്കിൽ ട്രാൻസ്ഫർ ആയി. മെഹബൂബ്. അങ്ങനെ അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ്? മിക്ക ദിവസം പ്രാക്ടീസ്. ഇപ്പോൾ ഞങ്ങൾ ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞപ്പോൾ കുറച്ച് റെസ്റ്റ് കിട്ടി. പക്ഷേ മിക്ക ആൾക്കാരും അവനവൻ്റെ ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഓരോ ടൂർണമെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തലശ്ശേരി പോയി കളിച്ച് വന്ന് സെമി ഫൈനലിൽ തോറ്റ് ടൈ ബ്രേക്കറിൽ. ഇനിയിപ്പോൾ വയനാട് പോകാൻ പോവുകയാണ് ഞങ്ങൾ. വയനാട് ടൂർണമെൻറ്റ്, വയനാട് ഒരു വെറ്ററൻസ് ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ വെറ്ററൻസ് ടൂർണമെൻറ്റ് വേറെ എവിടെയെങ്കിലും തിരുവനന്തപുരത്തിൽ അരീക്കോട് ഉണ്ട്. ലീഗ് എവിടെയില്ല. ലീഗ് എവിടെയില്ല. പിന്നെ നമ്മൾ അസോസിയേഷനായിട്ട്, വെസ്റ്റ് അസോസിയേഷനായിട്ട് നമ്മൾ തന്നെയാണ് ഇപ്പോൾ കാര്യപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ അവസരമായ കളിക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തൽക്കാലം 3-4 പ്ലേയേഴ്സിന് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, പഴയ പ്ലേയേഴ്സിന്. അത് നിങ്ങൾ തന്നെ പിരിച്ചിട്ട്? നമ്മൾ ഇതുണ്ട്, ഒരു ഫീസ് ഉണ്ട് ഇയർലി. അത് പിരിച്ച് പിന്നെ സ്പോൺസർ ആരും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ നല്ല ചെറിയ പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് ബൂട്ട് കാര്യങ്ങൾ കിറ്റൊക്കെ തന്നെ കൊടുത്ത് പോകുന്നുണ്ട്. പിന്നെ കൊല്ലത്തിൽ 3 ടൂർണമെൻറ്റ് കുട്ടികൾക്ക് നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളും. താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ശൈലി ഏതാണ്? ലാറ്റിൻ അമേരിക്കൻ ആണോ, യൂറോപ്യൻ ശൈലിയാണോ? ഏത് ശൈലിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ശൈലി? യൂറോപ്യൻ ശൈലി. യൂറോപ്യൻ ശൈലിയാണ്. അതിൻ്റെ ഫാസ്റ്റ്നെസ് ആണോ? ഫാസ്റ്റ്നെസ് ആണ് എൻ്റെ പേര്. നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്തൊരു സ്പീഡും എല്ലാ പാസസും അവരെ ചേഞ്ചസും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ഏറ്റവും വലുതൊരു പറ്റും. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കളിക്കാർക്ക് അതേമാതിരി ഫാസ്റ്റായിട്ട് കളിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം? ഒന്നാമത് നമുക്ക് അതിനെ പറ്റിയ ഗ്രൗണ്ട് ഇല്ല, അതിനുള്ള നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ അവരെ കൺട്രോളിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തെ പ്രാക്ടീസിനുണ്ടെന്ന് അവർ വിചാരിച്ചാൽ നടക്കില്ല. അവരിപ്പോൾ ഒരു ടൂർണമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരാഴ്ച റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഫുട്ബോളിലേക്ക് പോയി. അവർ കണ്ടിന്യൂസ് ഒരേ പ്ലേയേഴ്സിനെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടേയിരിക്കുക. 1-2 പ്ലേയേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ. അപ്പോൾ അത് അവർക്ക് മനസ്സിലായി ഇന്ന പ്ലെയർ ഇന്ന സ്ഥലത്താണുള്ളത്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവരെ ക്വാളിറ്റി മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ ഒരു ടീം, നമ്മളിപ്പോൾ ഇന്ത്യൻസിൽ ഇന്നൊരു ടീം പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വേറെ ടീം പോകും. അപ്പോൾ അവർ തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി. പിന്നെ സ്പീഡ്, പിന്നെ അവർക്കാണെങ്കിൽ അവരുടെ ലൈഫിൽ യാതൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഇൻഷുറൻസാണ് അവർക്കുള്ളത്. അതുതന്നെ ഒരു കളിയിൽ ബാധിക്കുന്ന ഒരു മനുഷ്യന് ആവശ്യം എന്താ? മെൻ്റലി ഫിസിക്കലി. മെൻ്റലി ആയി കഴിഞ്ഞാൽ ഫിസിക്കലി ഓട്ടോമാറ്റിക് ഫിറ്റ്നസ് വന്നു. അപ്പോൾ അത് രണ്ടും അവർക്കുണ്ട്. വേറെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട, എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അത് അവർ തുറന്ന് കളിച്ചു പോകും. താങ്കളുടെ ഇഷ്ടപ്പെട്ട ഒരു ടീം ഏതാണ് വേൾഡിലാണ്? ബ്രസീൽ തന്നെ. അവരുടെ ശൈലി വേറെ തന്നെയാണ്. താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളി ഏതാണ്? ഒരു മത്സരം, ആ മത്സരം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ച ഒരു ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു കൽക്കട്ട ലീഗിൽ. മോഡൽ സ്പോർട്ടിങ്ങിന് ഞാൻ കളിക്കുന്നത്. ഏത് കാലഘട്ടത്തിൽ? 79 കാലത്തിൽ മോഹൻ ബഗാനായിട്ട് ഞങ്ങൾ കളിക്കുന്നത്. ഷബീർ അലി, ജാംസൺ നസീർ, മോഹൻ ബഗാനും മോഡൽ സ്പോർട്ടിങ്ങിന് ഞാൻ കളിക്കുന്നത്. ആ കൊല്ലം തന്നെ ഞങ്ങളൊരു ഗോളിന് ജയിക്കുന്ന ഷബീർ അലിൻ്റെ. ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും സജീവമായിട്ട് ഫുട്ബോളിലേക്ക് വരുന്ന വെച്ചാൽ ആ ക്രൗഡ് ഇപ്പം കാണാത്തതിൻ്റെ വിഷമങ്ങളും ഉണ്ട്. നമ്മൾ കളിച്ച ക്രൗഡ് ഇപ്പോൾ ഒരു സ്ഥലത്തും കാണുന്നില്ല. പൊതുവെ ഈ കാണികൾ കുറവായി വരുന്നുണ്ട്, വളരെ കുറവായി വരുന്നുണ്ട്. അത് ഈ ക്രിക്കറ്റ് തന്നെയാണ് ഇതിൻ്റെ കാരണം. ക്രിക്കറ്റിൻ്റെ ഒരു കാര്യമുണ്ട്. പിന്നെ 9 മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ കളിക്കാരൊന്നും കാണികൾ വരുമെന്നറിയില്ല.
ആ പിന്നെ 7 മണി വെച്ചാൽ വരും, പക്ഷേ കളിയായി ഒന്നുമില്ല ഇപ്പം. പഴയ ഇതൊന്നും കാണുന്നില്ല. താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാരാണ്? വേൾഡിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യയിലാരാണ്? ഇന്ത്യയിലുള്ളത് 2 പേരുണ്ട്. RSC വിക്കാനുണ്ട് മക്കൻ സിംഗ്, JC ടീമിൽസിൻ്റെ ഇന്ദർ സിംഗ്. 2 പേരും എൻ്റെ പ്രിയപ്പെട്ട കളിക്കാരാണ്. 2 പേരും അവരുടെ കൂടെ താങ്കൾ ഒരേ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. 3-4 പ്രാവശ്യം ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അവരെ പിടിച്ച് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ താങ്കളുടെ കൂടെ ചെറുപ്പകാലത്ത് പണ്ട് കളിച്ചിട്ടും താങ്കളെക്കാട്ട് നന്നായി കളിച്ചിട്ടും അവസരം കിട്ടാത്തത് കൊണ്ട് ഒന്നുമല്ലാതായി പോയ ഏതെങ്കിലും കളിക്കാരൻ താങ്കളുടെ മനസ്സിലുണ്ടോ? അതുകൊണ്ട് എൻ്റെ സീനിയർ പ്ലെയറായ വേണ്ടിൻ്റെ കൂടെ കളിച്ച് അവരെ കൂടെ ഞാൻ കളിച്ചിട്ടും കണ്ട് പഠിച്ചിട്ടും വളർന്ന കളിച്ച ഒരു പ്ലെയറുണ്ട്. നമ്മളെ കൂടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ എപ്പോഴും കളിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയ ലാഭം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കാണാം. അതാ അബുക്ക. ഇതാണ് നമ്മളെ സീനിയർ പ്ലെയർ, പുതിയ ലാഭം എന്ന് പറയും, മിസ്റ്റർ രഞ്ജിത്ത്. അപ്പം സാറ് പറയുണ്ടേ, സാറ് താങ്കളുടെ കളി കണ്ടിട്ടാണ് പഠിച്ചത് ചെറുപ്പത്തിൽ? ഇവിടെ തന്നെ വളരെയധികം കളിച്ചിട്ടുണ്ട്. ആണല്ലേ? സെവൻസും കളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിരുന്നോ? 9 ക്ലബ്ബ് കളിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ചെയ്യുന്നില്ല, സ്വസ്ഥം ഗൃഹഭരണം. ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ തറുണ്ട്. ഡൂറന്റ് എല്ലാം കളിച്ചിട്ടുണ്ട്. ഡൂറന്റ് കപ്പ് സ്റ്റാഫോർഡ് സ്റ്റേറ്റിന്. താങ്കൾക്ക് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ജോബിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു? ജോലി തന്നിരുന്നു. തന്നെ കോഴിക്കോട് റെയിൽവേ ഒരു കൊല്ലം ജോലി. ഒരാളെ ബദലിനായി. താൽക്കാലിക അടിസ്ഥാനത്തിൽ മിലിറ്ററി പോയിരുന്നു. സെക്കൻഡറാബാദ്. പിന്നെ സദേൺ റെയിൽവേ കൂടുതൽ സെലക്ഷൻ അതിന് പോയി സെലക്ഷൻ കിട്ടി. സദേൺ റെയിൽവേ അന്ന് പോയില്ല. അന്ന് ഇവിടെ പണിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് പോയില്ല. പോത്തൻ്റെ ഹോസ്പിറ്റൽസ് ഒരു ജോലികൾ കിട്ടിയില്ല. അതൊരുമാതിരി സമയദോഷമായി പോയി. പിന്നെ സെവൻസ് കളിക്കാത്ത സ്ഥലങ്ങളില്ല. എല്ലാ ടൂർണമെൻറ്റും കളിച്ചിട്ടുണ്ട്. ഈ ഫുട്ബോൾ കൊണ്ട് താങ്കൾക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ? അതോ മെച്ചമെന്ന് പറഞ്ഞാൽ ആ അന്നത്തെ ടൈമിന് പിന്നെ കുറേ കാശുകൾ കിട്ടും. അതാണ് അങ്ങനെ ചിലവായി പോകുന്നല്ലാതെ വേറെ കാര്യമായിട്ട് മെച്ചങ്ങളൊന്നും കിട്ടില്ല. താങ്കൾക്ക് എന്ത് ഉപദേശമാണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ളത്? ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഉപദേശം ഒരു കൃത്യനിഷ്ഠത, വിനയം, ഡിസിപ്ലിൻ, ഇത് 3 കൂടിയാൽ തന്നെ ഒരു പ്ലെയർ പെട്ടെന്ന് വളരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ നിശ്ചയദാർഢ്യം കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല കളിക്കാരനായി വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്. ഉറപ്പുള്ള കാര്യം തന്നെ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലും പറയുകയാണെന്നല്ലാതെ പറഞ്ഞ സമയത്തിന് എത്തിപ്പെടുക. ഇപ്പോൾ കോച്ചസിൻ്റെ കണ്ണിലൊരു പ്രത്യേക നോട്ടം വരും, അവന് വളരാൻ സാധ്യതയുണ്ട്, അവനെ ഒന്നും കൂടെ കൊണ്ടു നടക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ വളരെ മുന്നോട്ട് എത്രയും പെട്ടെന്ന് കുട്ടികൾ വളരാൻ സാധ്യതയുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ദർശന ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നേരം താങ്കളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. കളിച്ചിട്ടും കൊതി തീരാത്തവരാണിവർ. ഇവരുടെ ഹൃദയത്തിൽ നിന്നും ഫുട്ബോൾ പറിച്ചെടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അവസാന ശ്വാസം വരെ ഇവർക്കൊപ്പം പന്ത് ഉരുണ്ടുകൊണ്ടേയിരിക്കും. ഫുട്ബോൾ ഇവിടെ ഒരു മതമായി ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്.